അപ്പോൾ ഈ മൈസൂർ പാലസിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ഇത് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കേട്ടോ പാലസ്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അവിടെ എത്തണം. 10 മിനിറ്റ് കൂടെ ഉള്ളൂ കേട്ടോ നമുക്ക് പാലസിലേക്ക് എത്താനായിട്ട്. ഏറ്റവും ആവോ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല പാലസിൻ്റെ അകത്ത്, കാരണം ലേറ്റായി. ഒരു മിനിറ്റ് നമ്മൾ ലേറ്റായി. ഇവിടെ കണ്ടോ അവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കേട്ടോ കാറ് തട്ടിയതല്ല അത് അവർ പാർക്ക് ചെയ്യുന്നതാണ്. ഇത് മറ്റേ എന്താ പറയുക, ഇവിടുത്തെ ടാക്സി ആണല്ലോ, അവർക്ക് എന്തുകൊണ്ടല്ല പോലെ. പക്ഷെ ഞങ്ങള് നിങ്ങളെ വിഷമിപ്പിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ നാളെ നിങ്ങളെ കാണിച്ചിരിക്കും. നാളെ രാവിലെ 10 മണിക്ക് ഷാർപ്പ് ഞങ്ങൾ ഇന്ന് ഇവിടെ കിടന്നിട്ട് രാവിലെ 10 മണിക്ക് ഞങ്ങൾ അവിടെ പോയി നിങ്ങളെ കാണിച്ചിരിക്കും. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇപ്പം മൈസൂർ മാർക്കറ്റിലാണ്. 2 സൈഡിലും ഭയങ്കര ജനക്കൂട്ടം കേട്ടോ. മൈസൂർ പാലസിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ പാലസിൻ്റെ ഇവിടുന്ന് നേരെ പാലസിലേക്ക് ഏകദേശം ഒരു 1 കിലോമീറ്ററിനടുത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റിലെ ബ്ലോക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൈസൂർ പാലസിലെ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വരുന്നത്. അപ്പോൾ ഈ മൈസൂർ പാലസിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അപ്പോൾ അതിന് മുന്നേയുള്ള ബ്ലോക്കൊക്കെയാണ് ഈ കാണുന്നത്. റൗണ്ടാണ് വരുന്നത്. നേരെ മുന്നിൽ കാണുന്ന മൈസൂർ രാജാവിൻ്റെ ഒരു സ്റ്റാച്ചു ആണെന്നാണ് തോന്നുന്നത്. കറക്റ്റ് അറിയത്തില്ല, അവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്കത് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് അടുത്ത് പോയി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കറക്റ്റ് അറിയത്തില്ല. അത് രാജാവിൻ്റെ ആയിരിക്കും അല്ലേ? കണ്ടിട്ട് എന്താ തോന്നുന്നത് രാജാവാണത്. വാളൊക്കെ ഉണ്ടല്ലേ രാജാവിൻ്റെ. പക്ഷേ ഇത് ടിപ്പു സുൽത്താനല്ലേടാ അത് വരിക. മേളിൽ കണ്ടോ? നമുക്ക് നേരെയല്ലേ പോകണ്ട? നേരെ അല്ലേ? എന്തൊരു കിലോമീറ്റർ കാണിക്കുന്നത്? ഇപ്പോൾ 1 കിലോമീറ്ററോ? 1 കിലോമീറ്റർ ഇല്ല കേട്ടോ. അവിടെ നിന്ന് നല്ല തിരക്കാണ്. ഇപ്പോൾ ഈ സമയം ഏകദേശം ഒരു 4 മണി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വർക്ക് കഴിഞ്ഞ് അല്ലെങ്കിൽ വീട്ടിലേക്കൊക്കെ പോകുന്നൊരു സമയമാണല്ലോ. 5:20 സോറി കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കാണ് കാണുന്നത്. ആൾക്കാർ കാണട്ടെ, ഇവിടെ വരാത്തവരൊക്കെ ഇത് കാണണം. വരേണ്ട സ്ഥലമാണ്. ബസ് സ്റ്റാൻഡാന്ന് തോന്നുന്നു കേട്ടോ. ഓരോ റൗണ്ട് പോയിന്റിലും ഓരോ രാജാക്കന്മാരാ. ഇത് മൈസൂർ ബസ് സ്റ്റാൻഡ്. റൈറ്റ് സൈഡിൽ കാണുന്നതാണോ? അല്ല, ഇത് ഇവരുടെ മറ്റേ എന്താ പറയുക, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണല്ലോ പാലസ്. ഈ റൈറ്റ് സൈഡിൽ വലിയൊരു മതിലും പിന്നെ ഒരു ബിൽഡിംഗ് ഒക്കെ കാണാം കേട്ടോ. അത് ഇപ്പോഴത്തെ ഇവിടുത്തെ എന്താ പറയുക, നഗരകാര്യ സമിതിയുടെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അതെ, സ്മാർട്ട് കാർഡൊക്കെ ഉണ്ട് ഇവിടെ. ഇത് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കേട്ടോ പാലസ്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അവിടെ എത്തണം. 10 മിനിറ്റ് കൂടെ ഉള്ളൂ കേട്ടോ നമുക്ക് പാലസിലേക്ക് എത്താനായിട്ട്. ഏറ്റവും ആവോ ഇത് കാണാനാണ് നമ്മൾ ഇവിടം വരെ വന്നത്. എന്നിട്ട് കണ്ടില്ലെങ്കിൽ ആകെ സീനാവും. എന്ത് വലിയ ചുറ്റുമതിലാണല്ലേ. അപ്പോ ഈ കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂരിനെ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. 7-8 കൊട്ടാരങ്ങളുണ്ടോ മൈസൂർ തന്നെ. അതിലേറ്റവും വലിയ കൊട്ടാരമാണ് അംബാവിലാസ് എന്നറിയപ്പെടുന്ന മൈസൂർ രാജവംശത്തിൻ്റെ. ഏകദേശം 400 വർഷത്തോളം അവരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൊട്ടാരം മൈസൂർ കൊട്ടാരം. നിങ്ങൾ ഈ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതെല്ലാം ആ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം കേട്ടോ. എന്തൊരു വലിയ കൊട്ടാരമാണ്. ഇപ്പോൾ പാർക്കിംഗ് ഉണ്ടോ? നമ്മൾ പാർക്കിങ്ങിലേക്ക് പോകാട്ടോ. ഇവിടെ ഇപ്പോൾ പഴയ പോലെ എന്താ പറയുക, അന്ന് കാലത്തെ ഒരു കുതിര സഫാരിയും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് മൈസൂർ പാലസിന്റെ എൻട്രി വരുന്നത്. അംബാവിലാസ് പാർക്കിംഗ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മൈസൂർ പാലസിന്റെ മറ്റൊരു പേരാണ് അംബാവിലാസ് പാർക്കിംഗ്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. സമയം ഏകദേശം 5:30 നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് സാറ്റർഡേ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ ഉണ്ട്. പാർക്കിംഗ് ഫീ ഉണ്ടാവും. പാർക്കിംഗ് ഫീ ഉണ്ടാവാതിരിക്കില്ല.
You have different type? No different. This is Bangladesh. Take this black metal. I like this, but There's only one piece is I like this, but I think this is ladies. எடுத்து போங்க கிஃப்ட் கூட நல்லா இருக்கல அது மைசூர் ஃபேமஸ் ரெண்டு பேருக்கு 150 கொடு ரெண்டு சேர் രണ്ട് ஒண்ணா மதி ಇದು ಜೆಂಟ್ಸ್ ಯಾರು ಯೂಸ್ ಮಾಡೋದು ಸರ್ ಇದು ಚೈನ್ ಇದೆ ಒಲ್ಲಿ ಚೈನ್ ಇದು ಮಾಲೆ ಇಲ್ಲ ಇದು ಮಾಲೆ ಅದು ಚೈನ್ ಅದು കണ്ടിട്ട് എന്താ തോന്നുന്നത് ജെൻസിനെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണോ എന്നിട്ട് നോക്കിയാലോ ചേട്ടാ എനിക്ക് വേണം ഏയ് യു ഡോണ്ട് ലൈക്ക് ദാറ്റ് ഇതെങ്ങനെയുണ്ട് കണ്ടിട്ട് അടിപൊളിയാണോ കണ്ണാടി നോക്കി കേട്ടോ ട്രൈ ചെയ്യാല്ലേ നമ്മൾ മൈസൂർ പാലസിൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്താ പറയുക മേടിക്കണ്ടേ അങ്ങനെ മേടിച്ച കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഞാനിടാൻ പോണു നീ മേടിച്ചാലും ഞാൻ ഇട്ടോളാം കുഴപ്പമൊന്നുമില്ല നല്ല ലേഡീസിനെ എന്ന് പറയുന്നു നമുക്ക് ಅದು ಯಾರು ಒಣನೆ ಕೊಡುದು ಅದು ಅದು 2 in 1 ಅದು ಇದು ಚೈನ್ ಇದು സീറോ പൈസ കൊടുക്കച്ചിട്ടാ വേറെ യൂസ് പണ്ണാ ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ പെട്ടു നമ്മൾ മൂഞ്ചി നൈസായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല പാലസിൻ്റെ അകത്ത് കാരണം ലേറ്റായി ഒരു മിനിറ്റ് നമ്മൾ ലേറ്റായി ഇനിയിപ്പോൾ നമുക്ക് നൈറ്റ് വരുന്നത് ഇവിടെ ലൈറ്റ് ഷോ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ നമുക്ക് അത് കാണാം ഇപ്പോൾ സമയം ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ ലോകരഞ്ജൻ അക്വേറിയം കാണാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് ഇവിടെ ലൈറ്റ് ഷോ ഉണ്ട് ഗാർഡനിൽ അപ്പോൾ അത് മൈസൂർ പാലസിൻ്റെ ഗാർഡനിലെ ലൈറ്റ് ഷോ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം കേട്ടോ അത് നിങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ അടിപൊളി വീഡിയോ ആയിരിക്കും അത് ഇപ്പോൾ ഇവിടെ കണ്ടോ അവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കേട്ടോ കാറ് തട്ടിയതല്ല അത് അവർ പാർക്ക് ചെയ്യുന്നതാണ് ട്രാഫിക് ഇത് മറ്റേ എന്താ പറയുക ഇവിടുത്തെ ടാക്സി ആണല്ലോ അവർക്ക് എന്തുകൊണ്ടല്ല പോലെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടോ കുതിരയൊക്കെ കണ്ടോ രാജകീയമായിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് നമുക്ക് പോവാട്ടോ ഇത് തന്നെയാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതിന്റെ പാർക്കിംഗ് വരുന്നത് ഇവിടെയാന്ന് തോന്നുന്നു മേ ബി പാർക്കിംഗ് സംഭവം നമുക്ക് കുറച്ച് ബ്ലോക്ക് കിട്ടിയാലാണ് ഒരു 5 മിനിറ്റ് നമ്മൾ അങ്ങനെ കുടുങ്ങി പോയത് അല്ലേ കറക്റ്റ് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തതാണ് പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഒരു ബ്ലോക്ക് കിട്ടി അതിലൂടെ ഞങ്ങൾക്ക് പണിയായി അയ്യോ ഒരു 5 മിനിറ്റ് വന്നാന്നറിയോ ഒരു 5 മിനിറ്റ് ബ്ലോക്കും ഒരു 5 മിനിറ്റ് സിഗ്നലും 5 മിനിറ്റ് സിഗ്നലും ഒരൊറ്റ കാരണം കൊണ്ട് പോയി പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ ഈ സമയത്ത് പറയണ്ട പറഞ്ഞത്തിരി കൂടിപ്പോ നമുക്ക് റൈറ്റ് ലെഫ്റ്റ് പോകണ്ടേ ഒരു രക്ഷയില്ല ഇവിടെ തന്നെയാ അക്വേറിയം വരുന്നത് റൈറ്റ് സൈഡിൽ കണ്ടോ ഇവിടെ ഒരു 70 രൂപ പോയത് ഇല്ല ഇവിടെ നിർത്തണ്ട നമ്മളെ വണ്ടി നമുക്ക് ഇവിടുന്ന് നമുക്ക് നേരെ അപ്പുറത്ത് നിർത്താം അതായത് മൃഗശാലയുടെ അവിടെയാണ് അവിടെ നിർത്തി നമുക്ക് അങ്ങനെ വരാം ഡോണ്ട് വറി മൈസൂർ പാലസ് കാണാൻ പറ്റില്ല ഗൈസ് വിഷമുണ്ട് പാലസ് കാണാം അകത്ത് കയറി കാണാൻ പറ്റിയില്ല പക്ഷെ നിങ്ങളെ വിഷമിപ്പിക്കുന്നൊന്നുമില്ല ഞങ്ങൾ നാളെ നിങ്ങളെ കാണിച്ചിരിക്കും നാളെ രാവിലെ 10 മണിക്ക് ഷാർപ്പ് ഞങ്ങൾ ഇന്ന് ഇവിടെ കിടന്നിട്ട് രാവിലെ 10 മണിക്ക് ഞങ്ങൾ അവിടെ പോയി നിങ്ങളെ കാണിച്ചിരിക്കും പാർക്കിംഗ് അവിടെ എത്തണം നമ്മൾ ലോകരഞ്ജൻ അക്വേറിയം എത്തണം അവിടെയാണ് എൻട്രൻസ് വരുന്നത് ഇതിപ്പോൾ നമ്മൾ മൈസൂർ പാലസിൻ്റെ നേരെ ഓപ്പോസിറ്റ് എത്തിയിട്ടുള്ളൂ ഇവിടെ നിന്ന് ഇനി നമുക്കൊരു 200 മീറ്റർ ഉണ്ട് സൂവിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ മറ്റേ ഇത് കണ്ടിട്ടാണല്ലോ മറ്റേ കണ്ടിട്ടാണല്ലോ നമ്മൾ സൂവിൻ്റെ അടുത്തേക്ക് പോയത് ഇതാണ് ഈ റൈറ്റാണ് പാലസ് കണ്ടോ ഇവിടെ നമുക്ക് കയറാം അപ്പോൾ പാർക്കിംഗ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ തന്നെ ആയിരിക്കും ഈ ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കും പാർക്കിംഗ് ഇവിടെ പാർക്കിംഗ് ഇല്ലേ ഇപ്പോൾ പാർക്കിംഗ് വേർ ദിസ് വേ ദാറ്റ് വേ ഓക്കെ this way that way ഇല്ല ഇതല്ല തിരിച്ചു വരണം അപ്പുറത്തൂടെ വരണം ഓക്കെ കുഴപ്പമില്ല ഇവിടെ കറങ്ങി വരണല്ലേ റൈറ്റ് പോയിട്ട് വരണം ഇത് എക്സിറ്റ് ആണെന്ന് തോന്നുന്നു സൈഡ് ചേർന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടുണ്ട് ഇനി തിരിക്കാനിരിക്കാനില്ലല്ലോ ഫ്രണ്ടല്ലേ ഞാൻ കണ്ടു
കാണുന്നുണ്ട്. ഇത് വൺ വേണോ? ഇവിടെ ഉണ്ട് കേട്ടോ കുതിരകളൊക്കെ ഫ്രണ്ടില്. പാലസിലേക്ക് കൊണ്ടുപോകാനാവും ഇവിടുന്ന് ചിലപ്പോ. അപ്പൊ ഗൈസ് നമ്മളിതേ ലോകരഞ്ജൻ അക്വേറിയം കാണാൻ പോകട്ടോ. ഇവിടെ കുതിരയൊക്കെ ഉണ്ട്, അത് കണ്ടോ? ഇത് പാലസ് റൗണ്ട് അടിക്കാൻ വേണ്ടിട്ടുള്ള കുതിര വണ്ടിയാണ്. 500 10 ನಿಮಿಷ 500 ಕಿಲೋಮೀಟರ್ ಆದ್ರೆ ನಿಧಾನಕ್ಕೆ ಹೋಗಿ ಅಂದ್ರೆ ಅರ್ಧ ಗಂಟೆ ಇದೆ. ಬರಂತ ಬತ್ತೀನಿ. 3 കിലോമീറ്റർ പോകുന്നുണ്ടോ നമ്മൾ? 3 കിലോമീറ്റർ ഇല്ല, 3 കിലോമീറ്റർ ഉണ്ട്. മെല്ലെ പോവാണെങ്കിൽ സമയം എടുക്കും. ಮೇನ್ ಗೇಟ್ ಎಂಟ್ರಿ ಗೇಟ್ ಎಲ್ಲ മെല്ലെ പോവാണെങ്കിലേ അരമണിക്കൂറാവും. ಎಲ್ಲ ಫೋಟೋ ತಗೊಬೋದು ನೀವು ಗಾಡಿ. ഇത് വേഗം പോയി വേഗം വരും. ഞങ്ങളിത് ओके 9 बजे के लग भी आता है भैया. अभी आएगा वो तो इसमें हम क्या 10 मिनट में आता 3 किलोमीटर. ये क्या 9 साढ़े 9 बजे के लग भी आता है. वो अंदर लाइट में अभी जाएगा, अच्छा अभी दिखता है. वो लाइटिंग में अभी मच्छी अच्छा दिखता है. दिन में जरा अंदर ये है. मैं जाके 3 किलोमीटर 10 मिनट में राउंड मार के आता हूँ. 452 बैठो. आएगा. अभी हमारा देखा दूसरा आदमी उधर है. अभी देखने के लिए बाद में आएगा. എന്തോന്നാണിത്? 10 നിമിഷം 500 രൂപ. 10 ദിവസത്തേക്ക് 500 രൂപ. ഞാൻ കണ്ട നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ മണ്ടത്തര ഒരിക്കലും കാണിക്കരുത് കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഈ സാധനത്തിൽ പോകരുത്. ഇനി അത്ര ആഗ്രഹമുള്ളവർ മാത്രം പോയാൽ മതി കേട്ടോ. കാരണം ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. മാക്സിമം ഒരു 500 മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ, നടക്കാനുള്ള ദൂരമുള്ളൂ പാലസിലേക്കൊക്കെ. വെറുതെ മണ്ടത്തര ആരും കാണിക്കരുത്. ഷൂലാണെങ്കിലും അപ്പുറത്തെ ദൂരമുള്ളൂ, നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ.